അച്ഛന്മാരെ ഗ്രീഷ്മണ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഹോണ്ട SP125 ബൈക്കിൻ്റെ ഫോർക്ക് ഇടിച്ച് ബെൻഡായത് ലെവൽ ചെയ്ത് സെറ്റ് ചെയ്യണ കാഴ്ചകളുണ്ട്. അപ്പോൾ ഇതാണ് CB125 ഹോണ്ടയുടെ ബൈക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഫോർക്ക് അഴിച്ചിട്ടേക്കണതാണ് നമ്മളിപ്പോൾ. അപ്പോൾ ഈ ബൈക്ക് നമ്മുടെ അടുത്ത് വന്നപ്പോഴേക്കും കസ്റ്റമറുടെ കംപ്ലയിൻറ്റ് ഇതായിരുന്നു, വണ്ടി ഒരു സൈഡിലേക്ക് പോണ്, ഹാൻഡിൽ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുമ്പോൾ വീല് സൈഡിലേക്കാണ്, ഓടിക്കുമ്പോൾ ഷോൾഡർ പെയിൻ വന്ന് കൈ നല്ല വേദനയാണെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇതാണ് കോൺസെപ്റ്റ്. അപ്പോൾ ഈ കോൺസെപ്റ്റും ചേഞ്ച് ചെയ്ത്, അതേപോലെ തന്നെ ഫോർക്ക് നല്ല ബെൻഡായിരുന്നു, വണ്ടി ആക്സിഡൻ്റ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഫോർക്ക് ബെൻഡായിട്ടിരിക്കണേ നമ്മുടെ അടുത്ത് വരുമ്പോൾ, അപ്പോൾ ആ ഫോർക്ക് ലെവൽ ചെയ്ത് നമ്മൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടീ സ്റ്റെം അടക്കം ഫോർക്ക് ഫുൾ അസംബിളി ലെവൽ ചെയ്താണ്. അപ്പോൾ ഈ വണ്ടി ലെവൽ ചെയ്ത് കോൺസെപ്റ്റൊക്കെ സെറ്റ് ചെയ്ത്, അതേപോലെ തന്നെ ഇതിൻ്റെ മാസ്കിൻ്റെ ഹെഡ്ലൈറ്റ് മാസ്കിൻ്റെ ബാക്കിലെ കവർ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഏതൊരു ബൈക്കിൻ്റെയും ഫോർക്ക് അഴിച്ച് റീസെറ്റ് ചെയ്യണത് എല്ലാം ഇതേപോലെ ഏകദേശം ഒരേപോലെയൊക്കെയാണ്. അതിൻ്റെ ഷീൽഡ് കാര്യങ്ങൾ, സ്കള്ള് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഫിറ്റിങ്സിനൊക്കെ മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ, ബാക്കിയെല്ലാം സെയിം ആണ്. അപ്പോൾ നമ്മൾ ഫോർക്ക് ലെവൽ ചെയ്തിട്ടുണ്ടോ അതിൻ്റെ ടീ സ്റ്റെം സെറ്റ് ചെയ്തു. ഇപ്പോൾ ഇതിൻ്റെ ട്യൂബ്, 2 ഷോക്ക് അപ്സിൻ്റെ ട്യൂബ്സും സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ മാക്സിമം സ്കിപ്പ് അടിക്കാതെ കാണണം. സ്കിപ്പ് അടിക്കാതെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതുപോലെ ബൈക്കിൻ്റെ ഷോക്ക് അപ്സറും കാര്യങ്ങളൊക്കെ അഴിച്ച് സ്വന്തമായിട്ട് തന്നെ റീസെറ്റ് ചെയ്ത് ഓവർഹോൾ ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് റൈറ്റ് സൈഡിലെ ഇന്നർ ട്യൂബ് നേരെ കയറ്റി നമ്മൾ ടീ സ്റ്റെമ്മിലേക്ക് ബോൾട്ട് ചെയ്ത് ടൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ. അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ റൈറ്റ് സൈഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡിലെ ഷോക്ക് ട്യൂബും അതുപോലെയുള്ള ബാക്കി എന്തൊക്കെ പാർട്സാണ് സെറ്റ് ചെയ്യണമെന്ന് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ റൈറ്റ് സൈഡ് സെറ്റ് ചെയ്തു, പിന്നെ അതേ ലെഫ്റ്റ് സൈഡ് എടുത്തു. ലെഫ്റ്റ് സൈഡിലത്തെ ഷോക്ക് അബ്സർ ട്യൂബ് നേരെ ടീ സ്റ്റെമ്മിലേക്ക് ടൈറ്റ് ചെയ്യണതാണ്. അപ്പോൾ ഇതിൻ്റെ ബോൾട്ടും കാര്യങ്ങളൊക്കെ നമ്മളിട്ട് കറക്റ്റ് ടൈറ്റ് ചെയ്തതിന് ശേഷം വേണം ബാക്കി കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ വണ്ടി വന്നപ്പോൾ നല്ല ബെൻഡായിരുന്നു, ഓടിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഓടിക്കുമ്പോഴേക്കും ഷോൾഡർ നമ്മളിങ്ങനെ ചരിഞ്ഞിരിക്കും. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഷോൾഡർ പെയിനും കൈവേദനയും അതുപോലെ തന്നെ ബാക്കിയുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കൺട്രോൾഡ് ആയിരിക്കില്ല നമ്മുടെ കയ്യിൽ വണ്ടി. അപ്പോൾ ഇതുപോലത്തെ എന്ത് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിലും ബൈക്ക് സംബന്ധമായ എല്ലാ കംപ്ലയിൻറ്റുകൾക്കും ഓട്ടോടെക് എന്ന് പറയുന്ന വെണ്ണലയിലെ ബൈക്ക് വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുവന്നാൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് 100% ഗ്യാരൻറ്റിയോട് കൂടി ചെയ്തു തരാം കേട്ടോ നമുക്ക്. അപ്പോൾ 2 ഷോക്ക് ട്യൂബുകളും സെറ്റ് ചെയ്ത് അതിൻ്റെ മേളിലത്തെ ബോൾട്ടുകൾ ടൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ. അപ്പോൾ ഇത് ടൈറ്റ് ചെയ്തതിന് ശേഷം ബാലൻസ് കാര്യങ്ങളെല്ലാം എന്തൊക്കെ ഫിറ്റ് ചെയ്യാനുണ്ടോ അതൊക്കെ സെറ്റ് ചെയ്യും. ഇപ്പോൾ നമ്മൾ ഡിസ്ക് ബ്രേക്കിൻ്റെ പൈപ്പും ഡിസ്കിൻ്റെ കാലിപ്പറാണ് നമുക്ക് ആ തൂങ്ങിക്കിടന്ന് ഇങ്ങനെ ഷെയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ കാലിപ്പറിൻ്റെ ഇതിലേക്ക് വന്നേക്കണ ഫ്ലൂയിഡ് പൈപ്പ് നമ്മൾ ക്ലാമ്പ് ചെയ്യണം. അപ്പോൾ ടീ സ്റ്റെമ്മിലും അതുപോലെ തന്നെ ഷോക്കിൻ്റെ ഔട്ടർ ട്യൂബിലൊക്കെ ഓരോ ക്ലാമ്പ് ഉണ്ട്. അപ്പോൾ ഈ ക്ലാമ്പൊക്കെ ഇങ്ങനെ വെച്ച് ടൈറ്റ് ചെയ്യുമ്പോഴേക്കും അത് കറക്റ്റ് ആ പൊസിഷനിൽ തന്നെ നിൽക്കാനായിട്ടുള്ള ജസ്റ്റ് ക്ലാമ്പിങ് ആണ്. ആ ടീ സ്റ്റെമ്മിൻ്റെ ഇടയിലൊക്കെ പോയിട്ട് അത് ആ ട്യൂബ് പൊട്ടിപ്പോകാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് ക്ലാമ്പ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അതിങ്ങനെ ക്ലാമ്പ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ഇന്നർ ട്യൂബിൻ്റെ ബോൾട്ടും കാര്യങ്ങളൊക്കെ ടൈറ്റ് ആണോ എന്ന് ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്ത് അതിൻ്റെ ബാക്കി ബാലൻസ് കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോ ആണിത്. അപ്പോൾ ശ്രദ്ധിച്ചിരുന്നു കേട്ടോ. മാക്സിമം നിങ്ങൾക്കും ഇതുപോലെ വണ്ടിയൊക്കെ കംപ്ലയിൻ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ ഫുള്ള് ടൈറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഔട്ടർ ട്യൂബിലേക്ക് ഫ്ലൂയിഡ് പൈപ്പ് കൊണ്ടുവന്ന് ക്ലാമ്പ് ചെയ്ത് വെച്ചു. അപ്പോൾ അത് എല്ലാം ഓരോ പൊസിഷനിൽ അങ്ങനെ കറക്റ്റ് ക്ലാമ്പ് ചെയ്തൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നും ഇല്ലാണ്ട് വണ്ടി ദീർഘകാലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ബാക്കി ബാലൻസ് കാര്യങ്ങളെല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്ത്, മൺഗാർഡ് സെറ്റ് ചെയ്ത്, വീല് സെറ്റ് ചെയ്തു, ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് ഫുൾ ടൈറ്റ് ചെയ്ത് നമുക്ക് എവിടേക്കാണോ ടൈറ്റ് ചെയ്യാനുള്ളത് ഹാൻഡിൽ ബാറിൻ്റെ അടിയിലത്തെ ബോൾട്ട്, അതായത് ഹാൻഡിൽ റബ്ബർ വരുന്ന ആ പോർഷനിലെ ബോൾട്ടാണ് ഇപ്പോൾ ടൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടേ, ആക്സിഡൻ്റായ വണ്ടികളാണെന്നുണ്ടെങ്കിലും വണ്ടികൾക്ക് നിങ്ങളുടെ ബൈക്കിന് എന്ത് കംപ്ലയിൻ്റ് ആണോ അത് നമ്മൾ പരിഹരിച്ച് തരും. ഈ വെണ്ണലയിലുള്ള മോട്ടോടെക് ബൈക്ക് വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വണ്ടിയുടെ ടീ സ്റ്റെം ഫോർക്ക് ഏകദേശം ഒരു 2 മണിക്കൂറോളം എടുത്ത് ഇതിൻ്റെ ഫോർക്കിൻ്റെ ഫുൾ വർക്കും ചെയ്ത് വീല് വിട്ട് മൺഗാർഡ് പിടിപ്പിച്ച് എല്ലാം സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഈ വണ്ടിയുടെ ലാസ്റ്റ് ഫിനിഷിംഗ് ആയിട്ടുള്ള ഹെഡ്ലൈറ്റിൻ്റെ സ്കള്ളും കാര്യങ്ങളൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ വർക്ക് ഫിനിഷാവും. അപ്പോൾ ഇതുപോലെയുള്ള ഈ ഫോർക്ക് ഓവറോളിങ് കാര്യങ്ങളൊക്കെ മറ്റേത് വർഷവും ബൈക്ക് ഏത് മോഡൽ ഏത് കമ്പനിയുടെ ആയിക്കോട്ടെ 100% ഗ്യാരൻറ്റിയോട് കൂടി വെണ്ണലയിലുള്ള ബൈക്ക് വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുവന്ന് ചെയ്ത് കൊടുക്കും, പക്കയായിട്ട് ചെയ്ത് തരും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.